എനിക്ക് തൃശ്ശൂർ വേണം. എനിക്ക് തൃശ്ശൂർ വേണം. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം. ഈ തൃശ്ശൂർ തരണം. ഈ തൃശ്ശൂർ ഈ ഞാൻ തൃശ്ശൂർ ഞാൻ എടുക്കുക. ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? 5 വർഷം മുന്നേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ പ്രചാരണ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണിത്. അന്ന് ഇതൊരു നേരം പോക്കായും കളിതമാശയായും മാത്രമേ ഭൂരിഭാഗം ആളുകളും കണ്ടിരുന്നുള്ളൂ. ആ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തോറ്റതോടുകൂടി അദ്ദേഹത്തെ ട്രോളാൻ എതിർചേരിയിലുള്ളവർ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയത് ഈ വാക്കുകൾ തന്നെ. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം താൻ പറഞ്ഞതെന്തോ പ്രവർത്തിച്ചു കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒരു ആക്ഷൻ സിനിമയിലെ നായകനെ പോലെ ആദ്യം നിലത്തിച്ച് വീഴുകയും പിന്നീട് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്ന എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ കേരളത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 2 വലിയ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയ വലിയ കാര്യം തന്നെയാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങിയ സുരേഷ് ഗോപിക്ക് അത്തവണ വൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. LDFന്റെ രാജാജി മാത്യു തോമസിനും പിന്നിൽ മൂന്നാമകനാകാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. 1,21,267 വോട്ടുകളുടെ പരാജയമാണ് നേരിട്ടത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച സുരേഷ് ഗോപി തന്റെ നില മെച്ചപ്പെടുത്തിയെങ്കിലും വീണ്ടും തോറ്റു. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത്. 70,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDFന്റെ സുനിൽകുമാറിനെയും UDFന്റെ K മുരളീധരനെയും അദ്ദേഹം പരാജയപ്പെടുത്തിയത്. പാർട്ടി വോട്ടുകളേക്കാൾ ഉപരി വ്യക്തിപ്രഭാവം കൊണ്ടും വോട്ടുകൾ നേടിയതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായത്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചുവെന്ന കേസും ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളും വിമർശനങ്ങളും സുരേഷ് ഗോപിക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ പ്രയോഗിച്ചെങ്കിലും അതൊന്നും ഏഷ്യയില്ല എന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിൽ BJP ജയിച്ചു കയറിയ ഏക സീറ്റും തൃശ്ശൂരിലേതാണ്. ചരിത്രത്തിലാദ്യമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നത് സുരേഷ് ഗോപിയിലൂടെയാണെന്നുള്ളതും ഒരു പൊതുചരിത്രം തന്നെയാണ്.